ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, ആദിൽ തായിഫ് എന്ന് പറയുന്ന പ്ലെയറിനെ സൈൻ ചെയ്യാൻ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, ഒരു സെൻട്രൽ ബാക്കാണ് ആദിൽ തായിഫ്. ഒരു 24 വയസ്സുള്ള ഒരു പ്ലെയറും കൂടാണ്. ഗൈസ്, ഒരു മൊറോക്കൻ താരമാണ് ആദിൽ തായിഫ്. അപ്പോൾ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട് സൈൻ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഇതൊക്കെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. ഗൈസ്, ആദിൽ തായിഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ഡ്രിൻസിച്ചിന്. എന്തായാലും ഒരു നല്ല പ്ലെയർ തന്നെയാണ്. ഈ സീസണിൽ എല്ലാവരും കണ്ടാണ് ഡിഫൻസൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ ഗോൾ കൺസീഡൊക്കെ ചെയ്തു. നമ്മുടെ സെൻട്രൽ ബാക്കിൻ്റെയും കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഗോളും ഒക്കെ നമ്മൾ കൺസീഡ് ചെയ്തു ഈ സീസണിൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്ലേ ഓഫിലൊന്നും കയറാൻ പറ്റാതെ നമ്മൾ വെളിയിലായി പോയത്. എന്തായാലും നമ്മുടെ സെൻട്രൽ ബാക്കും മിഡ്ഫീൽഡൊക്കെ നല്ല നമ്മൾ കട്ടയാക്കി നിർത്തിയാലേ അടുത്ത വർഷമായാലും നമുക്കൊരു കപ്പടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നല്ല നല്ല ടീമിൻ്റെ നോക്കുവാണെങ്കിൽ ഈ മോംബോൻ്റെ ഒക്കെ സൂപ്പർ സെൻട്രൽ ബാക്കാണ്. അത് പൊളിച്ച് കയറാൻ തന്നെ പാടാണ്. വന്മതിലൊക്കെ നിൽക്കുന്നവരാണ് ടോം ആൽഡർട്ടും ആൽബർട്ടോ റോഡ്രിഗസും നിൽക്കുന്നത്. അതുപോലത്തെ ഒരു നല്ല കീപ് ഡിഫൻസ് നമുക്ക് വേണം. ലെഗോട്ടറും ആദിൽ തായിഫും കൂടെ ആകുമ്പം തന്നെ ഒരു സൂപ്പർ ഡിഫൻസീവ് കോംബോ തന്നെ നമുക്ക് വരും. ഇപ്പം ആദിൽ തായിഫിനെ മേടിക്കാനുള്ള നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഇപ്പം വരുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. ബൈ ഗൈസ്.